ഒരു ഡയമെൻഷൻ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മളൊന്ന് ഡയമെൻഷൻ ചെയ്ത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടത് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് വരും. ഇത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ മേളിൽ എഡിറ്റിൽ പോയാൽ ഇവിടെ മെഷർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ മേലെ എടുക്കാം. ഫ്രീ ഡിസ്റ്റൻസ് എടുക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ എടുക്കാം, വേർട്ടിക്കലാണെങ്കിൽ വേർട്ടിക്കൽ എടുക്കാം. ഒറ്റൊരു കാര്യമുള്ളൂ, ഈ ഡിസൈനിൽ കാണിച്ചേക്കുന്നത് പോലെ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതേ വാല്യൂസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ കണക്ഷൻ്റെ പ്രോപ്പർട്ടി അല്ല ക്ലയൻറ്റിന് സെൻഡ് ചെയ്യുന്നത്. ഈ കണക്ഷൻ്റെ പ്രോപ്പർട്ടിയിൽ കൊടുത്തതുപോലെ ഇവിടെ റിഫ്ലക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഏത് മെഷറിങ് ഓപ്ഷൻസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ പുതിയൊരു ടൂൾ പഠിപ്പിച്ചു തരാം, ബോൾ സ്പേസിംഗ് എന്ന് പറഞ്ഞ്. ബോൾ സ്പേസിംഗ് ആണ് എടുക്കുന്നത്, അല്ല ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടൂൾ കാണിച്ചു തരുന്നുള്ളൂ. ബോൾ സ്പേസിംഗ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടം ലെഫ്റ്റിൽ എന്താ പറയുന്നത്, സെലക്ട് എ ബോൾട്ട്. അപ്പോൾ ഇവിടെ ബോൾട്ട് സെലക്ട് ചെയ്യാൻ നോക്കിയാൽ ബോൾട്ടല്ല, ഫുൾ കമ്പോണൻ്റ് ആയിട്ടാണ് സെലക്ട് ആവുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള സെലക്ഷൻ ടൂൾ ബാർ, ഇതൊക്കെ സെലക്ഷൻ ടൂൾ ബാർസാണ്. ഈ സെലക്ഷൻ ടൂൾ ബാർസിൽ ഇപ്പോൾ കിടക്കുന്ന ഓപ്ഷൻ ഏതാ, സെലക്ട് കമ്പോണൻസ് ആണ്. അതിൻ്റെ ഇപ്പുറത്തെ ഓപ്ഷനിലോട്ട് മാറ്റുക, സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കമ്പോണൻസ്. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബോൾട്ട് വേറെ, പ്ലേറ്റ് വേറെ, ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ മെഷറിൽ ബോൾ സ്പേസിങ് എടുത്തു, സെലക്ട് ബോൾട്ട് എന്ന് പറയുമ്പോൾ ബോൾട്ട് സെലക്ട് ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്, സെലക്ട് എ പാർട്ട്. എനിക്ക് ബോൾട്ടും പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിഞ്ഞാൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നോട്ടോ, ബോൾട്ടും പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ റീഡ്രോ ചെയ്യുക. പിന്നെ തിരിച്ച് സെലക്ട് കമ്പോണൻസിലോട്ട് തന്നെ ഇടുക, ഇല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി കിട്ടത്തില്ല.